എന്തല്ല ഇപ്പൊ തുടങ്ങല്ലേ. ആപ്പിൾ ന്യൂസിന്റെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ കുറേയധികം അടിപൊളി കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ ഇതേപോലെ റെഗുലർ ആയിട്ട് ആപ്പിളിലെ അപ്ഡേറ്റ്സും ന്യൂസും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ അത് നമുക്ക് വലിയൊരു കാര്യം തന്നെയാണ്. iOS-ന്റെയും അങ്ങനെ കുറേയധികം ടിപ്സും ട്രിക്സും എല്ലാം നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. സോ ഇപ്പൊ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ എന്തായാലും കയറുക, നമുക്ക് കുറേയധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഏറ്റവും ആദ്യം നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ കർത്തവ്യം അങ്ങ് തുടങ്ങാം. iOS 26 അല്ലെങ്കിൽ ഈ പറഞ്ഞ അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. iOS 26 ആർസ് റിലീസ് ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷനിൽ മേജറായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ iPhone 17 വന്നിരിക്കുന്നതും അല്ലെങ്കിൽ ആപ്പിൾ ഇവന്റിൽ കാണിച്ച കുറച്ചധികം ബാക്കിയുണ്ടായ ആ ഒരു ഫീച്ചേഴ്സും കൂടെ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ഡെവലപ്പർ ബേറ്റാസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ആ ഒരു അപ്ഡേഷൻ ചെയ്യുക. ഒഫീഷ്യൽ അപ്ഡേഷനൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഒഫീഷ്യൽ ബിൽഡും ലഭിക്കുന്നതായിരിക്കും. അതോർത്ത് പേടിക്കണ്ട. ഇനി ഈ പറയുന്ന ഐഫോണിന്റെ ഇവന്റിനെ പറ്റി ചെറുത ബ്രീഫായിട്ട് നമുക്ക് പറഞ്ഞു പോകാം. ആ ഡ്രോപ്പിംഗ് എന്ന് പറയുന്ന ആ ഒരു ഇവന്റ് മൈൻഡ് ബ്ലോവിംഗ് ആയിട്ടാണ് ആപ്പിൾ ചെയ്തത്. എനിക്ക് അത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ട്രാൻസിഷൻസ് ആണ്. അമേരിക്കയിൽ ന്യൂയോർക്കും പല ആപ്പിൾ സ്റ്റോറുകളും ഈ പറഞ്ഞ ഇവന്റിൽ കാണിച്ചു പോയി. ഈ പറഞ്ഞ ഓരോ സ്റ്റോറിലേക്ക് പോകുന്ന ആ ഒരു ട്രാൻസിഷൻ ഇല്ലേ, മോനെ എന്തൊക്കെ പറഞ്ഞാലും ആപ്പിളിലെ ട്രാൻസിഷൻസും അതേപോലെ ഹിഡൻ ഡീറ്റെയിലിങ്ങും സൂപ്പർബാണ്. ഈ ഒരു ഇവന്റിൽ നമുക്ക് പുതിയ ഐഫോൺ സീരീസ് കാണാൻ പറ്റി. ഏറ്റവും ആദ്യം ആപ്പിളിൻ്റെ ഇവന്റിൽ തന്നെ എയർപോർട്സ് പ്രോവിൻ്റെ 3rd ജനറേഷൻ കണ്ടു. അതിനുശേഷം ആപ്പിൾ വാച്ച് സീരീസ്, ആപ്പിൾ വാച്ച് 11ഉം അൾട്രയും SE എന്ന് പറഞ്ഞ പുതിയ 3 സീരീസും കണ്ടു. അതോടൊപ്പം തന്നെ iPhone 17 ആൻഡ് iPhone 17 Pro എന്ന് പറഞ്ഞ 2 പുതിയ ഡിവൈസും കാണാൻ പറ്റി. ആൻഡ് ഇന്നേ വരെയും ഐഫോൺ സെഗ്മെന്റിൽ റിലീസ് ചെയ്യാത്ത iPhone Air എന്ന് പറഞ്ഞ പുതിയ 5.6 mm തിക്നെസ്സിൽ വരുന്ന പുതിയ ഒരു ഐഫോണും ആപ്പിൾ റിലീസ് ചെയ്തു. ഈ ഒരു ഫോൺ കുറേയധികം ബെൻ ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് വളയുന്നില്ല എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇനി നമ്മുടെ ജെറിയണിൻ്റെ കൈ കിട്ടുമ്പോൾ അതിൻ്റെ പരിവ് എന്താകും നമുക്ക് നോക്കാം. പുള്ളിക്കാരൻ വളച്ചു നോക്കിയിട്ടും വളയുന്നില്ല എന്നാണെങ്കിൽ ഐഫോണിന് കിട്ടാൻ പോകുന്ന ഏറ്റവും നല്ല മാർക്കറ്റിംഗ് ആയിരിക്കും ആ ഒരു ഡ്യൂറബിലിറ്റി ടെസ്റ്റിൽ കിട്ടാൻ പോകുന്നത്. അതോടൊപ്പം ഐഫോണിൻ്റെ പ്രീ ബുക്കിംഗ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രീ ബുക്കിംഗ് ഇപ്പോൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഓതറൈസ് സ്റ്റോർ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പ്രീ ബുക്കിംഗ് ചെയ്ത് വെക്കാം. സെപ്റ്റംബർ 19 ഈ പറയുന്ന ഐഫോണിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 19 ഏറ്റവും കൂടുതൽ ആൾക്കാരും ഐഫോൺ എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഐഫോൺ എന്ന് പറഞ്ഞ ഫോൺ കയ്യിൽ വാങ്ങിക്കാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത്. ഐഫോൺ എയറും അതേപോലെ 17 സീരീസും ഇതേ സെയിം ഡേറ്റിൽ തന്നെയാണ് ലോഞ്ച് ചെയ്യുന്നത്. ഇനി അടുത്തൊരു കാര്യം, ആപ്പിൾ ഇവന്റിൽ വരുമെന്ന് കരുതിയിട്ട് വരാതെ പോയ കുറച്ചധികം കാര്യമുണ്ട്. എയർ ടാഗ്, ഹോം പോഡ് എന്നിങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ. പക്ഷേ ആപ്പിളിലെ ഈ സെപ്റ്റംബർ ഇവന്റിൽ ഈ പറഞ്ഞ എയർ ടാഗും ഹോം പോഡിൻ്റെ ഒക്കെ ചെറിയ ചെറിയ ഡീറ്റെയിലിങ് കാണിച്ചു പോയി ഇൻട്രോ വീഡിയോയിൽ. ഞാനപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടുകയും ചെയ്തു മേ ബി ഈ ഒരു ഇവന്റിൽ ഉണ്ടാവുന്നത്. പക്ഷേ ഈ ഒരു ഇവന്റിൽ ഉണ്ടായിരുന്നില്ല. ഒക്ടോബറിൽ വരാൻ പോകുന്ന ഇവന്റിൽ മേ ബി കാണാൻ പറ്റും. യെസ്, ഒക്ടോബറിൽ നമുക്ക് ചെറിയൊരു പീക്ക് ലുക്കോ അല്ലെങ്കിൽ ഒരു 20-25 മിനിറ്റിൻ്റെ ഒരു ചെറിയ പ്രസ് റിലീസോ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പൊതുവേ 2021 തൊട്ട് 21, 22, 23, 24 ആപ്പിൾ ഒക്ടോബറിൽ മാക്ബുക്ക്, ഐപാഡ് എന്നീ പറഞ്ഞ കാര്യങ്ങൾ റിലീസ് ചെയ്യാറുണ്ട്. സോ അതേ സെയിം പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കൊല്ലവും ഒക്ടോബറിൽ നമുക്ക് ഈ പറഞ്ഞ കുറച്ച് പ്രൊഡക്റ്റുകൾ റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. 1 എയർ ടാഗിൻ്റെ 2nd ജനറേഷൻ, 2 ഹോം പോഡ് മിനി 2nd ജനറേഷൻ, 3 വായിൽ ഉപ്പിട്ടിട്ട് കേട്ടോ എന്ന് പറഞ്ഞ പോലെ വിഷൻ പ്രോൻ്റെ 2nd ജനറേഷൻ കാണാൻ ചാൻസ് ഉണ്ട്. എക്സെപ്റ്റ് ഒരു ഡിസൈൻ ചേഞ്ച് ഉണ്ടാവില്ല. നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന M1, M2 ചിപ്പ് സീരീസിൽ നിന്ന് M4, M5 എന്ന് പറഞ്ഞ ചിപ്പ് സീരീസ് മിക്കവാറും വിഷൻ പ്രോയിൽ ആഡ് ചെയ്യും. അല്ല വേറൊരു പുതിയ മാറ്റവും വിഷൻ പ്രോയിൽ വരാനുള്ള ചാൻസിലാണ് കിട്ടിയ റിപ്പോർട്ട്. അതോടൊപ്പം M5 ഒരു ഐപാഡ് പ്രോയും ഏറ്റവും അവസാനം ആപ്പിൾ ഇന്റലിജൻസ് വരെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ആപ്പിൾ TV 4K വിത്ത് A17 Pro എന്ന ചിപ്സെറ്റും വെച്ചുകൊണ്ട് ഈ ഒരു ഡിവൈസുകൾ വരും എന്നൊരു റൂമർ കേൾക്കുന്നുണ്ട്. മിക്കവാറും ഇത്രമാത്രം പ്രോഡക്റ്റുകൾ വരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒക്ടോബറിൽ ഒരു ഇവൻറ്റും കൂടെ വരാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. ആപ്പിളിൻ്റെ ആ ഒരു പാറ്റേൺ അനുസരിച്ച് ഈ ഒരു കൊല്ലവും നമുക്ക് ഒക്ടോബറിൽ ഒരു പുതിയ ഇവന്റ് കാണാൻ പറ്റും. BMW അഭിപ്രായം അനുസരിച്ച് കാർപ്ലേ അൾട്ര വലിയ ഒരു ഗുമ്മായിട്ടൊന്നും അവർക്ക് തോന്നുന്നില്ല. അവർ പറയുന്നത് കാർപ്ലേ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യാൻ പോകുന്നത് കാർപ്ലേ തന്നെയാണ്. അല്ല കാർപ്ലേ അൾട്ര കുറേയധികം ആൾക്കാർ യൂസ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് BMW ഈ പറഞ്ഞ കാര്യം അഡോപ്റ്റ് ചെയ്യാൻ കുറച്ചധികം എന്താ പറയുക
ഒരു നീരസം കാണിക്കുന്നുണ്ട് എന്നൊരു റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ആകെ വന്നിരിക്കുന്നത് ആസ്റ്റോൺ മാർട്ടിന് മാത്രമാണ്. നമുക്ക് ആദ്യം പറഞ്ഞ പോർഷയും ബാക്കി കാറുകളൊന്നും വന്നിട്ടില്ല. ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ വരാൻ പോകുന്ന ഇയേഴ്സിലും മന്ത്സിലായിരിക്കും ഈ പറഞ്ഞ കാർപ്ലേ അൾട്ര പല കമ്പനികളും അഡോപ്റ്റ് ചെയ്ത് അവരുടെ സ്വന്തം കാറിലെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വിത്ത് ഈ പറഞ്ഞ കാറിന്റെ കംപ്ലീറ്റ് കൺട്രോളും ചെയ്യാൻ പോകുന്നത്. ഐഫോൺ എയർ മിക്കവാറും ചൈനയിൽ ഈ അടുത്തൊന്നും ഇറങ്ങാനുള്ള ചാൻസ് ഇല്ല. അതിന് ഏറ്റവും വലിയ സോളിഡ് റീസൺ എന്ന് പറഞ്ഞാൽ ഈ സിം തന്നെയാണ്. യെസ്, ഈ ഒരു ഈ സിം കാരണം കൊണ്ട് തന്നെ ആപ്പിളിന്റെ ഈ പറഞ്ഞ ഡിവൈസ് ചൈന ഗവൺമെന്റ് ഭയങ്കരമായിട്ട് എന്താ പറയുക വേണ്ട എന്ന് പറയുന്നുണ്ട്. ഈ പറഞ്ഞ ഈ സിം ആണെങ്കിൽ തന്നെ ഞാൻ ആദ്യം എൻ്റെ ഒരു കഴിഞ്ഞ ഒരു ന്യൂസ് വീഡിയോയിൽ പറഞ്ഞത് പേഴ്സണലി എനിക്കിഷ്ടം സിംട്രേ ആണ്. കാരണം ഇപ്പോൾ ആസ് എ ട്രാവലർ നമുക്ക് ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യാൻ എളുപ്പം സിം കാർഡ് തന്നെയാണ്. ഒരു സ്ഥലത്ത് പോയി പെട്ടെന്ന് ഒരു സിം ഓടിച്ച് ആ ഒരു പുതിയ അല്ലെങ്കിൽ സിമ്മിൻ്റെ ആ ഒരു സാധനം ഓടിച്ച് കളഞ്ഞിട്ട് വേറെ പുതിയ സിം വാങ്ങിച്ചിട്ട് തന്നെ ആ സിം നമുക്ക് ആക്ടിവിറ്റി യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഡിജിറ്റലി ഈ പറയുന്ന ഈ സിം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, എളുപ്പമാണ്. ഞാൻ പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു ഡിവൈസിൽ ലിക്വിഡ് ഡാമേജ് വന്നു, ഡിസ്പ്ലേ അടിച്ചു പോയി, നമ്മൾ എങ്ങനെ ഈ പറഞ്ഞ സിം ട്രാൻസ്ഫർ ചെയ്യും? നമ്മൾ അബ്രോഡാണ്, ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കമ്പനി എയർടെല്ലോ ജിയോയിലോ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളൊന്ന് പുറത്തേക്ക് പോയി ഇപ്പോൾ ഡൽഹിയിലോ മുംബൈയിലോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ട് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കംപ്ലൈൻറ്റ് വന്നു, ലിക്വിഡ് ഡാമേജ് വന്നു, ഫോൺ ഡിസ്പ്ലേ അടിച്ചു പോയി, നമുക്ക് ഈ പറഞ്ഞ പുതിയ ഫോണിലേക്ക് ഈ സിം ട്രാൻസ്ഫർ ആണെങ്കിൽ ഒരു കോഡ് അടിച്ചു കൊടുക്കണ്ടേ? ഈ കോഡ് എങ്ങനെ അടിച്ചു കൊടുക്കും? നമ്മുടെ ഡിസ്പ്ലേ അടിച്ചു പോയില്ലേ? സോ ഈ സിമ്മിൻ്റെ ഏറ്റവും വലിയ റിസ്ക്കും അത് തന്നെയാണ്. അഡ്വാൻറ്റേജ് ഉണ്ട്, നമുക്ക് ഈ പറഞ്ഞ ബാറ്ററി എക്സ്റ്റെൻഡ് ചെയ്യാം, അതേപോലെ ഏത് നാട്ടിൽ പോലും ഈ സിം അവൈലബിൾ ആണ്. പക്ഷെ ഇതേപോലത്തെ വലിയ വലിയ ത്രെട്ട് അല്ലെങ്കിൽ വലിയ വലിയ പ്രോബ്ലം ഈ സിമ്മിൻ്റെ പുറകിലുണ്ട്. പേഴ്സണലി എനിക്കിപ്പോഴും താല്പര്യം ഫിസിക്കൽ സിം ട്രേയാണ്. നാളെ അത് മാറാം, പുതിയ പുതിയ ഓപ്ഷൻസ് ഒക്കെ വരുമ്പോൾ. പക്ഷേ ഇപ്പോൾ കറണ്ട് സിനാരിയോയിൽ എനിക്ക് ഫിസിക്കൽ സിം ട്രേ തന്നെ ഇഷ്ടം. നിങ്ങളുടെ അഭിപ്രായം തൊട്ട് താഴത്ത് എന്തായാലും കമൻറ്റ് ചെയ്യുക. ആപ്പിൾ വാച്ച് 11 അൾട്രയും റിലീസ് ചെയ്തപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത ഒരു ഹെൽത്ത് ഫീച്ചറാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു മാസത്തിലെ ഈ പറഞ്ഞ ബ്ലഡ് ഫ്ലോയും നമ്മുടെ സ്ലീപ്പും പല കാലം ട്രാക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ എന്നുള്ള റിപ്പോർട്ട് നമുക്ക് ലഭിക്കും. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന ആപ്പിൾ വാച്ച് റിലീസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഫീച്ചർ ലഭിക്കില്ല എന്നൊരു റിപ്പോർട്ടുണ്ട്. കാരണം USA ഈ പറഞ്ഞ FDA അഥവാ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഈ ഒരു കാര്യത്തിൽ ലഭിക്കാനുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ആപ്പിളിന് ഇതേപോലെ സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈപ്പർ ടെൻഷനും കൂടെ FDA അപ്രൂവൽ ഇട്ട് കഴിഞ്ഞാൽ അതൊരു ക്ലിനിക്കലി പേർപ്പസ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഇപ്പോൾ ഏതെങ്കിലും ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് വാലിഡ് ആക്കി വെക്കാനുള്ള ഒരു ചാൻസ് ഉള്ളതുകൊണ്ടാണ് FDA ക്ലിയറൻസും കൂടെ ആപ്പിൾ നോക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും അവസാനം ഇനി നമ്മുടെ ന്യൂസിൻ്റെ പബ്ലിക് റിയാക്ഷൻ എന്നുള്ള കാര്യത്തിലേക്ക് നോക്കാം. ആപ്പിൾ ഇവൻറ്റിൽ ഐഫോൺ എയർ കാണിച്ചപ്പോൾ ഒരു ഷോട്ടിൽ ഒരു ഹിഡൻ ഡീറ്റെയിൽ ഞാൻ കണ്ടു. ഞാൻ ആ ഒരു ഫോട്ടോ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ സിനിമയിലൊക്കെ ഹിഡൻ ഡീറ്റെയിൽ ഒക്കെ ആൾക്കാർ ഡീകോഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ആപ്പിൾ ഇവൻറ്റിൻ്റെ ഒരു ഹിഡൻ ഡീറ്റെയിലിംഗ് ഞാൻ കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് ആ ഒരു ഹിഡൻ ഡീറ്റെയിൽ എന്താണെന്ന് മനസ്സിലാവുമെങ്കിൽ തൊട്ടത് ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. സോ ഈ ഒരു ആപ്പിൾ ന്യൂസിൽ പുതിയ പുതിയ ന്യൂസുകളും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അതുതന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ന്യൂസും എല്ലാ ടിപ്സ് ആൻഡ് ട്രിക്സ് പറയണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പുവരുത്തുക. ഇതേപോലെ റെഗുലറായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ പറ്റും. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Evan Xavier signing from Evica.